CPM-നെതിരെ പോർമുഖം തുറന്ന് PV അൻവർ MLA. രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട് നിലമ്പൂരിൽ. കൂടുതൽ രേഖകളും തെളിവുകളും പുറത്തുവിടുമെന്ന് അൻവർ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിലമ്പൂരിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന്. കോഴിക്കോട് മുതൽ ചൊക്ലി വരെ വിലാപയാത്ര. സംസ്കാരം വൈകിട്ട് 5-ന് കണ്ണൂർ ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ. കൂത്തുപറമ്പ്, തലശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിൽ CPM ഹർത്താൽ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. പ്രോസിക്യൂഷൻ അഭിഭാഷകരെ കാണാൻ അന്വേഷണ സംഘം ഡൽഹിയിൽ. തിരക്കിട്ട് അറസ്റ്റ് ചെയ്യണോ എന്നതിൽ ആശയക്കുഴപ്പം. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സെന്തിൽ ബാലാജി അടക്കം 4 പേർ കൂടി മന്ത്രിസഭയിലേക്ക്. ഉദയനിധിക്ക് ആസൂത്രണം, വികസനം എന്നീ വകുപ്പുകൾ കൂടി നൽകും. ബംഗ്ലാദേശിനെതിരായ 2020 ടീമിൽ ഇടം നേടി സഞ്ജു സാംസൺ. സഞ്ജുവിനെ ഉൾപ്പെടുത്തിയത് 1ാം വിക്കറ്റ് കീപ്പറായി. 15-അംഗ ടീമിനെ നയിക്കുക സൂര്യകുമാർ യാദവ്.